ഹായ് വെൽക്കം ബാക്ക് ടു അബി സുഷൻ. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. ഈ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് ഇമേജുകൾ അയച്ചു കൊടുക്കാറുണ്ട്, വീഡിയോസ് അയച്ചു കൊടുക്കാറുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുറെ ഇമേജുകളൊക്കെ നമുക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിൽ, അതായത് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ജീബോർഡ് കൂടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ, ആ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്യുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ചെറിയൊരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പില് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ ഞാൻ പറയുന്നത്. വാട്സപ്പും അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ആദ്യം നമ്മളൊന്ന് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. വാട്സപ്പ് ഒന്ന് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പ്ലേ സ്റ്റോറിൽ ഒന്ന് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ജീബോർഡ് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ജീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ജീബോർഡ് കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. ഇതിന് വാട്സപ്പും ജീബോർഡും നമുക്ക് നിർബന്ധമാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് സാധാരണ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ, ഫോട്ടോസോ കാര്യങ്ങളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊന്ന് ഗൂഗിളിൽ കയറും അല്ലെ. ഞാൻ ഇവിടെ ഗൂഗിളിൽ മമ്മൂട്ടിയുടെ ഒരു ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ നമുക്കിത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു ഇമേജിന്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം താഴെ ഡൗൺലോഡ് ഇമേജ് കൊടുക്കും. അത് ഗാലറിയിലേക്ക് ആണ് സേവ് ആവുന്നത്. പിന്നീട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, മമ്മൂട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു, നമ്മൾ അയച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ്. പക്ഷെ ഇത്രയും ടൈം നമുക്ക് അതിന് വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്യാണ്. ഈ ഒരു മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തിട്ട് ഇത് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത്, അതായത് നമ്മളൊന്ന് ആ ഒരു പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ഭാഗം എടുക്കുക. ആ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ ഒന്ന് ഇവിടെ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിപ്പ് ബോർഡിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 3 ഓപ്ഷൻസ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഈ 3 ഓപ്ഷൻസ് ഇവിടെ നമുക്ക് ടെക്സ്റ്റ്, ഇമേജ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഫോൺ നമ്പർ കാര്യങ്ങളെ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ 3 ഓപ്ഷൻസ് ഒന്ന് എനേബിൾ ചെയ്യാം. എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഗൂഗിളിൽ പോയിട്ട് മമ്മൂട്ടിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അതിന്റെ താഴെയുള്ള ജസ്റ്റ് കോപ്പി ഇമേജ് മാത്രം കൊടുത്താൽ മതി. നമ്മൾ ഡൗൺലോഡ് ചെയ്യൊന്നും വേണ്ട, കോപ്പി ഇമേജ് കൊടുക്കുക. ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ, നേരെ മമ്മൂട്ടിയുടെ ഫോട്ടോ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ജസ്റ്റ് അതിന്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ സെൻഡ് ബട്ടൺ കൊടുത്താൽ അടിപൊളി ഒരു ഓപ്ഷനാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.